Yet another live session presented by Tiju's Academy, and here with you is Reshma Karthika. So, hope you all are doing well, doing good, practicing well. Okay, so നമ്മുടെ പാർട്ട് സി സ്ട്രാറ്റജീസ് എന്നുള്ള ടൈറ്റിലാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നുണ്ടാവുക. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് ഓൺ എലിമിനേഷൻ സ്ട്രാറ്റജീസ് ഓഫ് പാർട്ട് സി, ആൻഡ് ദിസ് session would be the second part of the last session, because last session we were discussing about the how to read part C. Part C le questions and options എങ്ങനെ വായിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള സാറ്റർഡേയ്സ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ഐ ഹാവ് പ്രോമിസ്ഡ് യു ടു കം വിത്ത് അനദർ സെഷൻ റിഗാർഡിങ് പാർട്ട് സി, അബൌട്ട് ഡൂയിങ് പാർട്ട് സി അല്ലേ. യെസ്, പാർട്ട് സി എങ്ങനെ ചെയ്യാം, എലിമിനേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സെഷൻ ആയിരിക്കും നെക്സ്റ്റ് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് സി എങ്ങനെ ചെയ്യാം, ഓക്കെ, നമ്മൾ റീഡിങ് എങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞു. അപ്പോൾ ദിസ് സെഷൻ ഇസ് ദി സെക്കൻഡ് പാർട്ട്, ഓക്കെ, ഓഫ് പാർട്ട് സി. പാർട്ട് സീൻ്റെ സെക്കൻഡ് പാർട്ടാണ്, ബിക്കോസ് ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഹൗ ടു റീഡ്, പ്രീ ലിസണിങ് ടൈം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ ലിസണിങ് ടൈം എങ്ങനെ യൂസ് ചെയ്യാം, വിച്ച് ഓൾ ആർ ദി സ്ട്രാറ്റജീസ് ആൻഡ് ടിപ്സ് ടു റിമെമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളും വിത്ത് ആൻ എക്സസൈസ്. ഓക്കെ, നമുക്ക് ഒരു എക്സസൈസ്, 1-2 എക്സസൈസൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു പോവല്ല, ജസ്റ്റ് നമ്മൾ എക്സസൈസും ആക്ടിവിറ്റീസും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് ടു ജോയിൻ അവർ ഡെയിലി പാർട്ടിസിപ്പൻസ്. നമ്മുടെ വ്യൂവേഴ്സ്, നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. Good morning, everyone. Good morning. Yeah. Okay. നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ വി ഷുഡ് ഡിസ്കസ് സംതിങ് റിഗാർഡിങ് പാർട്ട് സി അല്ലേ, ജസ്റ്റ് എൻ ഇൻട്രഡക്ഷൻ. സോ നമ്മൾ ലാസ്റ്റ് സെഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് ഫോർ എൻ ഇൻട്രഡക്ഷൻ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഓർ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് പാർട്ട് സി. സോ പാർട്ട് സി ഇസ് ദി തേർഡ് സെക്ഷൻ ഓഫ് ലിസണിങ്. OET ലിസണിങ്ങിൻ്റെ തേർഡ് ആൻഡ് ഫൈനൽ സെക്ഷനാണ് പാർട്ട് സി എന്നുള്ളത്, പ്രിസീഡഡ് ബൈ ബി ആൻഡ് സി. ബിയും സിയും കഴിഞ്ഞതിന് ശേഷം, ബി ആൻഡ് എയും ബിയും കഴിഞ്ഞതിന് ശേഷം സി പാർട്ടാണ് വരുന്നത്. ആൻഡ് പാർട്ട് സി കൺസിസ്റ്റ് ഓഫ് 2 different extracts, which are interview or presentation. Interview extract or presentation extracts ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ലിസൺ ചെയ്യാനായിട്ടുണ്ടാവുക. ഈച്ച് എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 6 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് are there to attend. ഓക്കെ, അപ്പം 12 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളത്. 5 minutes ആണ് നിങ്ങളുടെ ഓരോ എക്സ്ട്രാക്റ്റിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു 5 minutesനുള്ളിൽ നിങ്ങൾ ഈ 6 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഓഡിയോ കേട്ടിട്ട് അതിനകത്ത് നിന്നും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് പ്രീ ലിസണിങ് ടൈം എന്ന് പറയുന്നത്, ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് യു ഹാവ് പ്രൊവൈഡഡ് വിത്ത് 90 seconds ഓഫ് ടൈം. ബട്ട് പാർട്ട് സിയിലേക്ക് വരുമ്പോൾ നമുക്ക് ബോണസ് ടൈമായിട്ട് C1 കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടുന്നുണ്ട്, ഒരു 40 സെക്കൻഡ്സോളം. അതായത് 40 സെക്കൻഡ്സ് മാക്സിമം ആണ് പാർട്ട് ബിക്ക് ശേഷം. പാർട്ട് സി തുടങ്ങുന്നതിന് ആ ഉള്ളൊരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അത്രയും സെക്കൻഡ്സ് ഓഫ് ടൈം, 30 to 40 seconds ഓഫ് ടൈമാണ് നമുക്ക് C1 വായിക്കാൻ, ഫസ്റ്റ് എക്സ്ട്രാക്റ്റിലെ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ടുള്ളത്. സോ ആ ഒരു സമയത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഈസി ടു ഡു പാർട്ട് സി ഡ്യൂറിങ് ദി ലിസണിങ് ടൈം. ഓക്കെ, അപ്പോൾ ലിസണിങ് ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഡിസ്കഷൻ. സോ എല്ലാവരും ജോയിൻ ആയിക്കൊണ്ട് സോ നമുക്ക് നമ്മുടെ സെഷൻ ബിഗിൻ ചെയ്യാം. ഓക്കെ, സോ പാർട്ട് സി സ്ട്രാറ്റജീസ്. അപ്പോൾ വാട്ട് ഇസ് പാർട്ട് സി എന്നുള്ള ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ഇനി പാർട്ട് സിയിലേക്ക് പോവാണ്. പാർട്ട് സിൻ്റെ ഡിസ്കഷന് ശേഷം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് ഓഫ്
ഓപ്ഷൻസ് ആണ്. റോങ് ഓപ്ഷൻസ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിക്കോസ് നമുക്ക് അറിയണമല്ലോ എങ്ങനെയൊക്കെയാണ് അവർ റോങ് ഓപ്ഷൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സോ ഇനിഷ്യൽ ഡിസ്കഷൻ ഇസ് ടൈപ്സ് ഓഫ് റോങ് ഓപ്ഷൻസ്. എങ്ങനെയൊക്കെയാണ് റോങ് ഓപ്ഷൻസിൻ്റെ ടൈപ്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, അപ്പോൾ നമുക്കറിയാം നമ്മുടെ 2 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ഓൾവേസ് റോങ് ഓപ്ഷൻ ആയിരിക്കും. സോ ആ റോങ് ഓപ്ഷൻസ്, ഓരോ ഓപ്ഷനിൽ 2 ഓപ്ഷൻസ് അല്ലേ, ഒരെണ്ണം നമ്മുടെ ആൻസർ ആയിരിക്കും, 2 ഓപ്ഷൻസ് റോങ് ആയിരിക്കും. സോ റോങ് ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് ഇവർ റോങ് ഓപ്ഷൻസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ടൈപ്പ് ഓഫ് റോങ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്റ്ററി ആണ്. സോ നമ്മൾ പാർട്ട് ബിയിൽ ചെയ്യുന്നത് പോലെ തന്നെ കോൺട്രഡിക്റ്ററി റോങ് ഓപ്ഷൻ, കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള, അതായത് ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും. നിങ്ങൾ വായിച്ച ഓപ്ഷൻ, 3 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ വായിച്ചു. അപ്പോൾ നിങ്ങൾ വായിച്ച ബുക്ക്ലെറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങിലാണ് നിങ്ങളുടെ ഓഡിയോയിൽ അത് പറയുന്നത്. അതാണ് കോൺട്രഡിക്റ്ററി ഓപ്ഷൻ. ഇത് നമ്മൾ പാർട്ട് ബിയിൽ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഫോർ എലിമിനേറ്റിംഗ് റോങ് ഓപ്ഷൻസ്. 1 ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്റ്ററി ഓപ്ഷൻ ആയിരിക്കുമെന്ന് പാർട്ട് ബിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു കൈൻഡ് ഓഫ് റോങ് ഓപ്ഷൻ എന്ന് പറയുന്നത് നോട്ട് മെൻഷൻഡ് ആണ്. അങ്ങനെ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, മേ ബി നിങ്ങളുടെ കീവേഡ് കേട്ടിരുന്നാൽ തന്നെയും ആ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല അവിടെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്റൻസോ സ്റ്റേറ്റ്മെൻറ്റോ നിങ്ങളുടെ സ്പീക്കർ പറയുന്നുണ്ടാവില്ല. അതാണ് നോട്ട് മെൻഷൻഡ് ഓപ്ഷൻ. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കോൺട്രഡിക്റ്ററി ആൻഡ് നോട്ട് മെൻഷൻഡ് ഓപ്ഷൻ. സോ ഹിയർ കംസ് ദി നെക്സ്റ്റ് റോങ് ഓപ്ഷൻ മെത്തഡ്, നെക്സ്റ്റ് കൈൻഡ് ഓഫ് റോങ് ഓപ്ഷൻ ആസ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. പാർട്ട് സിയിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്നുള്ളത്. സോ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ ആസ് ദി നെയിം സജസ്റ്റ്, ആസ് ദി വേർഡ് മീൻസ് ഡിസ്ട്രാക്ഷൻ അല്ലേ, ഡീവിയേറ്റ് ചെയ്യുക, നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മളെ ഇൻറ്ററപ്റ്റ് ചെയ്ത് ഡിസ്ട്രാക്റ്റ് ചെയ്ത് വേറെ വഴിക്ക് വിടുക. അതാണ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ OET ലിസണിങ്ങിൻ്റെ ഓപ്ഷൻസ് എടുത്താലും, എക്സ്ക്യൂസ് മീ, ആം ഐ ഓഡിബിൾ? ഐ തിങ്ക് ആം ഓഡിബിൾ. യെസ്, സേ സംതിങ്, ആം ഐ ഓഡിബിൾ ഓർ നോട്ട്? യാ, ഓക്കെ. സോ നമ്മൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷനാണ്. ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് നമുക്കറിയണമല്ലോ. അതായത് കോൺട്രഡിക്റ്ററി എന്താ ഓപ്പോസിറ്റ് മീനിങ്ങിൽ, നോട്ട് മെൻഷൻഡ് ആ ഒരു മീനിങ് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ആ ഒരു മീനിങ്ങിലല്ല അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അവിടെ പറയുന്നില്ല. അങ്ങനെ ഒരു പോർഷനെ, അങ്ങനെ ഒരു മീനിങ്ങെ അതിനകത്തു നിന്നുള്ള ഒരു സെൻറ്റൻസിൽ നിന്നും അങ്ങനെ ഒരു മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഡിസ്കസ്ഡ് ഓർ പ്രസൻറ്റഡ് ഇൻ ദി എക്സ്ട്രാക്ട്. ഓക്കെ, അപ്പോൾ സംതിങ് ദാറ്റ് ഡിസ്കസ്ഡ് ഇൻ ദി എക്സ്ട്രാക്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് യു നോ നമ്മുടെ 6 ക്വസ്റ്റ്യനിലും 6 ടോപ്പിക്സുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം റീഡിങ്ങിൽ, അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ കാണുന്നതിന് മുന്നേ, ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്കൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നമ്മുടെ ലാസ്റ്റ് സെഷൻ കണ്ടിരിക്കണം. ബിക്കോസ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെയാണ് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദി പാർട്ട് 2. അപ്പോൾ അഫ്കോഴ്സ് അതൊന്ന് കണ്ടിട്ട്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആൻഡ് നമ്മൾ പറഞ്ഞു തന്നത് 6 ക്വസ്റ്റ്യൻസിലും 6 ടോപ്പിക്കുകളാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിന്നും നമുക്ക് ടോപ്പിക് വേർഡ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിങ് ടൈമിൽ. ആൻഡ് ഈ ടോപ്പിക്കുമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു കാര്യം, ആ ഒരു ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് അല്ലാത്തൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പാരഫ്രൈസ് ചെയ്ത് നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടിരിക്കും. അതാണ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. സോ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ ഇസ് എ മെൻഷൻഡ് ഡീവിയേറ്റിംഗ് ഓപ്ഷൻ. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും സെയിം മീനിങ്ങിൽ തന്നെ, ബട്ട് ദാറ്റ് ഡസൻ ഹാവ് എനി കണക്ഷൻ വിത്ത് ദി ക്വസ്റ്റ്യനിലെ കീവേഡുമായിട്ടോ ക്വസ്റ്റ്യനുമായിട്ടോ ഒരു കണക്ഷനും ഉണ്ടാവില്ല. അതാണ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ മനസ്സിലാവണമെങ്കിൽ നമുക്ക് കൂടുതൽ എക്സസൈസസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഐ ഹോപ്പ് നമുക്ക് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി നോട്ട് മെൻഷൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ആൻസർ എങ്ങനെ ഫിക്സ് ചെയ്യാം ഫോർ ഡൂയിങ് പാർട്ട് സി. ഓക്കെ, നമ്മൾ OET ഒഫീഷ്യൽ സാമ്പിളുകളിൽ നിന്നും എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം OET ഒഫീഷ്യൽ, ഫസ്റ്റ് ഒഫീഷ്യൽ മെറ്റീരിയലിൽ നിന്നുള്ളതാണ്, സാമ്പിളിൽ നിന്നുള്ളതാണ്. What problem does Dr. Robson identify in the case of a patient called Jennifer? Jennifer എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ കേസിൽ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടതെന്ന് നോക്കാം. ഈ പ്രോബ്ലം എന്നുള്ളൊരു വേർഡ് അതൊരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങളതിനെ ഒരു പ്രോബ്ലം അല്ലാതെയോ അതിനെ കാണാതെയോ വിടരുത്. ഇറ്റ്സ് എ പ്രോബ്ലം. അതൊരു പ്രോബ്ലം എന്നുള്ള വേർഡ് എവിടെ കണ്ടു കഴിഞ്ഞാലും ഇവൻ ഇഫ് ഇൻ ദി ക്വസ്റ്റ്യൻസ് ഓർ ഇൻ ദി ഓപ്ഷൻസ് നമ്മളത് നോട്ട് ചെയ്യണം. ഓക്കെ, സോ പ്രോബ്ലംസ് നോട്ട് ചെയ്യുക. ദെൻ നമ്മൾ വരുന്നു, ഡോക്ടർ റോബ്സൺ ഐഡൻറ്റിഫൈ ദ കേസ് ഓഫ് എ പേഷ്യൻറ്റ് കോൾ ജെന്നിഫർ. ജെന്നിഫറിൻ്റെ കേസിലുണ്ടായ പ്രോബ്ലം എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പം ദിസ് ഈസ് ഫ്രം ആൻ ഇൻ്റർവ്യൂ എക്സ്ട്രാക്റ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. സോ ഇൻ്റർവ്യൂ എക്സ്ട്രാക്റ്റിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഒരു സീക്വൻസ് നമുക്കറിയാലോ, ഇത് ഒരു 4th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1 2 3. അപ്പോൾ ഇൻ്റർവ്യൂവിനകത്തെ 3rd ക്വസ്റ്റ്യൻ, ഇവിടുത്തെ 34th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ 3rd ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ 3rd ക്വസ്റ്റ്യനും ഇതുപോലെ ഒരു പ്രോബ്ലം, ഇഷ്യൂ, മിസ്റ്റേക്ക് അങ്ങനെയുള്ള ഒരു എറർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നുള്ള കീവേഡ് കിട്ടിയില്ലേ, ടോപ്പിക് വേർഡ് കിട്ടിയില്ലേ. അവർ ആ ഒരു സെഷനിൽ അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, ജെന്നിഫറിൻ്റെ കേസിലുണ്ടായ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രോബ്ലമാണ് നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് പ്രോബ്ലം ഡോക്ടർ റോബ്സൺ ഐഡൻറ്റിഫൈ ഇൻ ദ കേസ് ഓഫ് എ പേഷ്യൻറ്റ് കോൾ ജെന്നിഫർ. ഡോക്ടർ റോബ്സൺ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലം എന്താണെന്നുള്ളത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം ഓപ്ഷൻ എ, അൺവില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ദാറ്റ് ഷി വാസ് ഇൽ. എല്ലാം പ്രോബ്ലംസ് ആണ് 3 ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ അൺവില്ലിങ്നെസ്സും അക്സെപ്റ്റ് ദാറ്റ് ഷി വാസ് ഇൽ. അവർ അൺവില്ലിങ് ആയിരുന്നു. അൺവില്ലിങ്ങിൻ്റെ സിനോണിംസ് ആലോചിച്ച് വെച്ചേക്കുക. അൺവില്ലിങ് ആയിരുന്നു എന്നുള്ളത് അവിടെ എങ്ങനെയൊക്കെ പറയാം, ഓഡിയോയിൽ എങ്ങനെയൊക്കെ പറയാം എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കുക. മേ ബി റെഫ്യൂസ് ചെയ്തു, റിജക്റ്റ് ചെയ്തു, റെസിസ്റ്റൻ്റ് ആയിരുന്നു, ഡിസഗ്രി ചെയ്തു, വാസ് നോട്ട് വില്ലിങ് ടു എഗ്രി, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും അത് പറയുന്നത്. വാസ് ഇൽ എന്നുള്ളത് അവർ ഇല്ലാണ്. സോ ദിസ് ഈസ് an interview with Dr. Robson, who is a cardiologist and who is an expert on Chagas disease. അപ്പോൾ ഷാഗാസ് ഡിസീസിനെ പറ്റിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബാധിച്ചിട്ടുള്ളൊരു പേഷ്യൻ്റാണ് ജെന്നിഫർ എന്നുള്ളത്. സോ ജെന്നിഫറിൻ്റെ കേസിലുണ്ടായ പ്രോബ്ലം. അപ്പോൾ ജെന്നിഫർ എന്ത് ചെയ്തു, അൺവില്ലിങ് ആയിരുന്നു ടു അക്സെപ്റ്റ് ദാറ്റ് ഷി വാസ് ഇൽ. അവർ ഇല്ലാണ്, അവർക്ക് ഷാഗാസ് ഉണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്തതേ ഇല്ല, അവർ റിജക്റ്റ് ചെയ്തു. സോ പേഷ്യൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് റെസ്പോൺസ്. ഓക്കെ, ദെൻ അടുത്ത പ്രോബ്ലം, ആൻ ഇന്നബിലിറ്റി ടു ടോളറേറ്റ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. അപ്പോൾ നിങ്ങളുടെ കീവേഡ്സ് കിട്ടിയില്ലേ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ കീവേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഇന്നബിലിറ്റി ടു ടോളറേറ്റ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ. രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്നും ഇന്നബിലിറ്റി ടു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ടോളറേറ്റ് ചെയ്യാനുള്ള ഇന്നബിലിറ്റി, അതായത് ഷാഗാസിനുള്ള അഡ്വൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ടോളറേറ്റ് ചെയ്യാനായിട്ട് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു, അയാൾക്ക് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് എഫക്ട്സ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഡിലേ ബിറ്റ്വീൻ ദി ഇനിഷ്യൽ ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിലേ ആണ്. ഡിലേ ബിറ്റ്വീൻ ഇനിഷ്യൽ ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഡിലേ ആയി. ഓക്കെ, അപ്പം നമ്മൾ 3 ഓപ്ഷൻസും വായിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഓപ്ഷൻസിൽ നിന്നും കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു മെത്തേഡ് ഫോർ റീഡിങ് ഓപ്ഷൻ. ആൻഡ് അനദർ മെത്തേഡ് ഈസ് ഡിഫറൻഷിയേറ്റിംഗ് ദി ഓപ്ഷൻസിനെ പല സിനാരിയോസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എയിൽ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള നെഗറ്റീവ് പ്രോബ്ലം അല്ലേ, പേഷ്യൻ്റ് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലമാണ് പറഞ്ഞത്, നമുക്ക് പ്രോബ്ലം അറിയേണ്ടത്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവിടുത്തെ പ്രശ്നം. ഓപ്ഷൻ ബിയിൽ എന്താണ് പറയുന്നത്, ഇന്നബിലിറ്റി ടോളറേറ്റ് മെഡിസിൻ, നമ്മൾ കൊടുത്ത മെഡിസിൻ്റെ പ്രശ്നം, നമ്മൾ കൊടുത്ത മെഡിസിൻ പേഷ്യൻറ്റിന് ഇൻടോളറൻസ് ഉണ്ടാക്കി. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടാണ് നമ്മളതിനെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ എടുക്കേണ്ടത്. നെക്സ്റ്റ് വണ്ണിനെ നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഡിലേ ആണ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഡിലേ ആയി, നമ്മളോ പേഷ്യൻറ്റോ കാരണം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ഡിലേ ആയി. അപ്പോൾ ഓപ്ഷൻ ബിയിൽ കണ്ടോ മെഡിസിൻ എടുത്തിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ഓപ്ഷൻ സിയിലോ മെഡിസിൻ എടുക്കാൻ ഡിലേ ആയി എന്നുള്ള കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ അവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നു, പേഷ്യൻ്റ് ആയിരുന്നോ പ്രോബ്ലം, മെഡിസിൻ എടുത്തതിന് ശേഷമാണോ പ്രോബ്ലം വന്നത്, ഓർ മെഡിസിൻ എടുക്കാനായിട്ടാണോ പ്രോബ്ലം ഡിലേ വന്നതെന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതാണ് ഡിഫറൻഷിയേറ്റ്
ഡിഫറൻഷിയേറ്റിംഗ് ദി ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, സോ നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കാം. ഐ ബി ഗിവിങ് യു 2 minutes ഓഫ് ടൈം. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡിയോ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇനിഷ്യലി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. ആൻസർ ചെയ്താന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത് കേട്ടോ. വാട്ട് ഇഷ്യൂസ് ക്യാൻ അറൈസ് ട്രീറ്റിംഗ് ഷാഗാസ്. നിങ്ങളുടെ ഓഡിയോയിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡോക്ടർ റോബ്സൺ പറയുന്ന ആൻസേഴ്സ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഓരോന്നും ഈ ഓപ്ഷൻസും ഈ നമ്മുടെ ഈ സ്ക്രിപ്റ്റും കൂടെ ഒരുമിച്ച് വായിക്കണം കേട്ടോ. നമ്മുടെ കണ്ണ് ഓപ്ഷൻസിൽ ഇങ്ങനെ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെയും കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കാം കീവേഡ്സ്. ഇന്നബിലിറ്റി ടോളറേറ്റ് മെഡിസിൻസ്, ഡിലേ ബിറ്റ്വീൻ ഇനിഷ്യൽ ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് ഡിലേ. ഇനി വായിച്ചോളാം. Yes, hope you guys have finished this. Yeah. Okay. ശരി, അപ്പോൾ നമുക്ക് ABC നമുക്ക് ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് issue can arise in treating Chagas. So, well, another patient, I'll call her Jennifer. Jennifer എന്ന് വിളിക്കാം. നിങ്ങളുടെ സ്പീക്കർ സ്റ്റാർട്ട് ചെയ്യാണ് ഡോക്ടർ റോബ്സൺ. Felt unwell following a vacation in a region where Chagas is endemic. Chagas endemic ആയിട്ടുള്ള ഒരു സ്ഥലത്തൊന്നും സ്പ്രെഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ വെക്കേഷന് പോയിട്ട് അൺവെൽ ആയിട്ട് വന്നു. ടെസ്റ്റ് ഇൻഡിക്കേറ്റഡ് ഷി വാസ് ഷാഗാസ് പോസിറ്റീവ്. ടെസ്റ്റിൽ അവർക്ക് ഷാഗാസ് പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിച്ചു. Jennifer was then referred to my clinic where we do further ടെസ്റ്റിനായിട്ട് എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നു. സോ ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട്. ആരാണ് ജെന്നിഫർ, എന്താണ് ജെന്നിഫറിനെ പറ്റിയത്, എൻ്റെ ക്ലിനിക്കിലേക്ക് എന്തിനാണ് വന്നത്. ഇനിയാണ് നമ്മുടെ കാര്യം പറയാൻ പോകുന്നത്. മീൻ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ, ഇതിൻ്റെ ഇടയ്ക്ക് ഷീ ലുക്ഡ് അപ്പ് ഷാഗാസ് ഓൺലൈൻ. ലുക്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുക, എൻക്വയറി ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്തു. ഷീ ലുക്ഡ് അപ്പ് ഷാഗാസ് ഓൺലൈൻ ആൻഡ് അണ്ടർസ്റ്റാൻഡബിളി വാസ് ഡിസ്ട്രസ്ഡ് ബൈ വാട്ട് ഷീ റെഡ്. അപ്പോൾ അവർ വായിച്ചതിന് ശേഷം, അത് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഡിസ്ട്രസ്ഡ് ആയിരുന്നു. സോ ഡിസ്ട്രസ്ഡ് എന്നാണ് പറയുന്നത്. അൺവില്ലിങ്നെസ്സിൻ്റെ ഒരു സിനോണിം അല്ല ഡിസ്ട്രസ്ഡ് എന്നുള്ളത്. മനസ്സിലായോ? അൺവില്ലിങ് ആയിരുന്നു എന്നാണോ? അൺവില്ലിങ്ങിൻ്റെ സിനോണിംസ് പറയുമ്പോൾ റിജക്റ്റഡ് എന്നോ, റെഫ്യൂസ്ഡ് എന്നോ, ഇഗ്നോർഡ് എന്നോ, അല്ലെങ്കിൽ റെസിസ്റ്റഡ് എന്നോ, നോട്ട് എഗ്രീഡ് എന്നോ അങ്ങനെ പറയണം.
ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഡിസ്ട്രസ്ഡ് വാട്ട് ഷീ റെഡ്. അവർ വായിച്ചതിന് ശേഷം അവർ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരുന്നു, വിഷമിച്ചിരിക്കുമായിരുന്നു. വൈ മീ ഷീ വൺസ് എറ്റ് മീ. അവരെന്നോട് ചോദിച്ചു വൈ മീ, എനിക്ക് എന്താ പറ്റിയെന്നാണ് അവർ, അല്ലേ, എങ്ങനെ എനിക്കിത് വന്നു, വൈ മീ, എന്തുകൊണ്ട് എനിക്ക്, അതായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർക്ക് എങ്ങനെയാണിത് വന്നത്, അല്ലെ എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ളതായിരുന്നു അവരുടെ ക്വസ്റ്റ്യൻ. എനിക്ക് അസുഖം ഇല്ല എന്നുള്ളതല്ലായിരുന്നു അവരുടെ കൺസേൺ. ഓക്കെ, അപ്പോൾ അവർ റെഫ്യൂസ് ചെയ്തോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ നിങ്ങളുടെ ആൻസർ ആവോ? ഇല്ല. ഓക്കെ, ദെൻ ഷി വാസ് ഓൾസോ ഫിയർഫുൾ അബൌട്ട് ടേക്കിംഗ് ബെൻസനാസോൾ. ബെൻസനാസോൾ ദ മെയിൻ ഡ്രഗ് ഫോർ ഷാഗാസ്. ഏത് ക്വസ്റ്റ്യനിലേക്ക് പോവും ഇതൊരു കേട്ട് കഴിയുമ്പോൾ? ബെൻസനാസോൾ ദ മെയിൻ ഡ്രഗ് ഫോർ ഷാഗാസ് എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ കൈയും കണ്ണും ഒക്കെ ഇവിടെ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ വായിക്കുക, ബാക്കിയും കൂടി വായിക്കുക. അതായത് ഇവിടെ പറയുന്നത് ഷി വാസ് ഓൾസോ ഫിയർഫുൾ എന്നാണ്. അവർക്ക് പേടി ഉണ്ടായിരുന്നു, ബെൻസനസോൾ എടുക്കാനായിട്ട് അവർക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാസ് പൊട്ടൻഷ്യലി ഹാംഫുൾ സൈഡ് എഫക്ട്സ്. ബിക്കോസ് ഇതിന് എന്തുണ്ടായിരുന്നു? ഹാംഫുൾ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നത് കാരണം ഇവർക്കിത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്, ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഇവർ അഫ്രൈഡ് ആയിരുന്നു. ഓക്കെ, അപ്പം ബെൻസനാസോൾ എടുക്കുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ്, നമ്മുടെ ഓപ്ഷനിൽ എടുത്തതിന് ശേഷം ഇവർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്, ഇന്നബിലിറ്റി ടോളറേറ്റ്. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മളൊരു കൺസിഡറേഷനിൽ വെക്കണം. ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് ഇവിടെ ഒരു കൺസിഡറേഷനിൽ വെച്ചേക്കുക ഈ ഒരു ഓപ്ഷൻ. ദെൻ നമുക്ക് ബാക്കി വായിക്കാം. ഫോർ ഓപ്റ്റിമം ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ റിസൾട്ടിനായിട്ട്, മാക്സിമം റിസൾട്ടിനായിട്ട് ഇറ്റ് ഷുഡ് ബി ടേക്കൺ. ഇറ്റ് ഷുഡ് ബി എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഉറപ്പായിട്ടും എടുക്കണമായിരുന്നു. ദാറ്റ്സ് മാൻഡേറ്ററി, ദാറ്റ്സ് കമ്പൽസറി, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദി ഫസ്റ്റ് 2 months ഓഫ് ദ ഡിസീസിൻ്റെ 2 months തന്നെ, ഫസ്റ്റ് 2 months തന്നെ ഇത് എടുക്കണമായിരുന്നു. സോ ദാറ്റ്സ് മാൻഡേറ്ററി. അതവർ ഒരു ഓർഡറിങ് പോലെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പറയുകയാണ്, അത് 2 months തന്നെ എടുക്കണമായിരുന്നു. ഒരു ബട്ട് വന്നു അവിടെ, അല്ലേ, അവിടെ ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യം പറഞ്ഞതിന് ശേഷം ബട്ട് വന്നു. സോ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ബട്ട് ബൈ ദ ടൈം ദ ടെസ്റ്റിംഗ് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കിനും 10 weeks ആർ പാസ്. 10 weeks ആണ് അവിടെ പാസ്സായിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കിനും 10 weeks കഴിഞ്ഞിരുന്നു. സോ വിച്ച് ഇൻഡിക്കേറ്റ് ദാസ് എ ഡിലേ ഫോർ സ്റ്റാർട്ടിംഗ് ട്രീറ്റ്മെൻറ്റ്, അല്ലേ. 10 weeks ആർ പാസ് സിൻസ് ദി ലൈക്ലി ഡേറ്റ് ഓഫ് ദ ബൈറ്റ്. ലൈക്ലി ഡേറ്റ് അറിയാലോ, എസ്റ്റിമേറ്റഡ് ഡേറ്റ് അല്ലെങ്കിൽ അസ്യൂംഡ് ഡേറ്റ്. നമ്മളൊന്ന് അസ്യൂം ചെയ്ത ചാൻസ് ഉള്ള പോസിബിൾ ഡേറ്റിനെക്കാട്ടിലും 10 weeks കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്തത്. സോ അപ്പം ഈ ഒരു മെഡിസിൻ്റെ നല്ല എഫക്റ്റിനായിട്ട്, മാക്സിമം എഫക്റ്റിനായിട്ട് ഇത് 2 months തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഡേറ്റ്, ഒരു ഫിഗർ പറഞ്ഞേക്കുക, മാത്തമാറ്റിക്കൽ ഫിഗർ പറഞ്ഞേക്കുന്ന എന്തൊക്കെയാണ്? ലേറ്റായി, ഡിലേ ആയി, താമസിച്ചു എന്ന് പറയാനായിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണപ്പോൾ? അപ്പോൾ അവിടെ പറയുന്നത് അൺവില്ലിങ്നെസ് ടു അക്സെപ്റ്റ്. ബാക്കിയും കൂടി ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ട്. ഫോർ ഇൻഫർമേഷൻ, ജെനിഫർ ടുക്ക് ബെൻസനാസോൾ ആൻഡ് ഡിഡിൻ റിയാക്ട് ബാഡ്ലി ടു ഇറ്റ്. ബെൻസനാസോൾ എടുത്തു, പക്ഷേ ബാഡ് റിയാക്ഷൻ ഒന്നും ഉണ്ടായില്ല. ഡിഡിൻ റിയാക്ട്, നെഗറ്റീവ് ഡേറ്റയാണ് അവിടെ പറയുന്നത്. ഡിഡിൻ റിയാക്ട് ചെയ്തില്ല, ബാഡ് റിയാക്ഷൻ വന്നില്ല, ഇൻടോളറൻസ് വന്നില്ല, ഇന്നബിലിറ്റി ടു ടോളറേറ്റ് വന്നിട്ടില്ല, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ദ ആൻസർ എന്ന് പറയുന്നത് ബിയും ആവില്ല, അല്ലേ. സോ ആൻസർ എന്താകും? സി ആവും നമ്മുടെ ആൻസർ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി ഡേറ്റ. ലെറ്റ് മീ ഹൈലൈറ്റ് ദി പോർഷൻ. ഓക്കെ, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെയല്ല നമ്മുടെ ആൻസർ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ. ഓപ്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിലേ ബിറ്റ്വീൻ. ഡിലേ എന്നുള്ളൊരു വേർഡ് അവിടെ ഇല്ലല്ലോ. ഓക്കെ, ബട്ട് ആ ഒരു പോർഷൻ മീൻ ചെയ്യുന്നത് എന്താ? അവിടെ ഒരു ഡിലേ ഉണ്ടായി. ഒപ്റ്റിമം ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് അത് നേരത്തെ എടുക്കണമായിരുന്നു. അപ്പോൾ നേരത്തെ എടുത്തില്ല എന്നുള്ളൊരു മീനിങ് ആണ്. സോ നേരത്തെ എടുത്തില്ല എന്നതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നേരത്തെ എടുത്തില്ല എന്നതിൻ്റെ മീനിങ് ലേറ്റ് ആയി എന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് പാരാഫ്രൈസിങ് സ്ട്രാറ്റജീസ് അവർ അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ എടുത്തില്ല, അതിൻ്റെ മീനിങ് എന്താ?
ലേറ്റായി, അല്ലെങ്കിൽ മെജോറിറ്റിയും ക്യൂറായി. അതിൻ്റെ മീനിങ് എന്താ? മൈനോറിറ്റി ക്യൂർ ആവാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പാരഫ്രൈസിങ് സ്ട്രാറ്റജീസ് അവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നേരെ ഓൾട്ടർനേറ്റീവ് വേർഡ്സും ഫ്രേസും വെച്ചിട്ട് മീനിങ് മാറാതെ അങ്ങ് പറയാന്നുള്ളത് മാത്രമല്ല. അങ്ങനെയും ഉണ്ട്, ഇല്ല എന്നല്ല, അങ്ങനെയുണ്ട്. പക്ഷെ കൂടുതലും നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്നത് ഇങ്ങനെയുള്ള പാരഫ്രൈസിങ് ആണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള പാരഫ്രൈസിങ് വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. നമ്മൾ അതിൻ്റെ എല്ലാ മീനിങ്ങും എടുക്കണം. മെജോറിറ്റി എന്നുള്ള ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ മൈനോറിറ്റി എവിടെ, അല്ലെ മൈനോറിറ്റിക്ക് എന്താണ് എന്നുള്ളൊരു അവയർനെസ് നമുക്ക് വരണം. ഓക്കെ, അപ്പോൾ അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമുക്ക് പാരഫ്രൈസിങ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയാണ് പാർട്ട് സിൻ്റെ ഇൻ്റർവ്യൂ എക്സ്ട്രാക്റ്റ് ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ ചെയ്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഇപ്പം ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ കൂടി കണ്ടുപിടിക്കുന്നത് നമുക്കൊരു അത് ഞാനൊരു സെപ്പറേറ്റ് കുറച്ചധികം എക്സാമ്പിൾസ് വെച്ചിട്ട് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അടുത്തൊരു എക്സസൈസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നൊരു എക്സസൈസാണിതെന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്കൊന്ന് ചെയ്യാമോ? ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമോ? ജസ്റ്റ് റീഡ് ദി ക്വസ്റ്റ്യൻസ്, ദെൻ ഐ വിൽ ഡിസ്പ്ലേ ക്വസ്റ്റ്യൻസ് വിത്ത് ദി സ്ക്രിപ്റ്റ്. Hope you read the question, so it's time to do it.
Okay, hope you have finished this. ഓക്കെ, സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ റീഡിങ്ങും ഡൂയിങ്ങും ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇനി നമുക്കൊന്ന് ഇതെങ്ങനെയായിരുന്നു റീഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ്സ്. സോ ഡോക്ടർ മാഡിസണിൻ്റെ റിഗ്രറ്റ്സ് എന്താണെന്നുള്ളതാണ്. ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ്സ് ദാറ്റ്സ് മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ. അപ്പോൾ ദിസ് ഈസ് എൻ ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ പാർട്ടെന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല. സോ ദിസ് ഈസ് എ ഫ്രാഗ്മെൻ്ററി ക്വസ്റ്റ്യൻ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യു ഹാവ് ടു റീഡ് ഇറ്റ് വിത്ത് ദി ഓപ്ഷൻസും കൂടി വെച്ചിട്ട് വേണം നിങ്ങൾ വായിക്കാനായിട്ട് ഫ്രാഗ്മെൻ്ററി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. സോ നിങ്ങൾ കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടുത്തെ ടോപ്പിക് വേർഡ് മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ ആണ്. അപ്പോൾ അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് റിഗ്രറ്റ്സ് ആണ്. റിഗ്രറ്റ്സ് നെഗറ്റീവ് വേർഡാണ്, ഡിസപ്പോയിൻമെൻ്റ് ആണ്. സോ അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിൽ ഡോക്ടർ മാഡിസണിന് എന്തോ ഒരു റിഗ്രറ്റ്സ് ഉണ്ട്. സോ ദിസ് ഈസ് ഫ്രം എ പോർഷൻ അബൌട്ട് പെയിൻ കില്ലർ ഓവർ യൂസിനെ പറ്റിയിട്ട് ഡോക്ടർ മാഡിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറോളജിസ്റ്റ് സംസാരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ OET സെക്കൻഡ് ഒഫീഷ്യൽ മെറ്റീരിയൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്കിനി ഓപ്ഷൻസ് എങ്ങനെയാണ് വായിക്കണമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? റിഗ്രറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസപ്പോയിൻമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു കൺസേൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റിഗ്രറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിഗ്രറ്റ്സ് ഇപ്പോഴും ഉണ്ട്. റിഗ്രറ്റ് സിമ്പിൾ പ്രസൻറ്റിലാണ്, ഇപ്പോഴും ഉണ്ട് ആ റിഗ്രറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ അയാളുടെ റിഗ്രറ്റ്സ് എന്താ, കൺസേൺ എന്താ അബൌട്ട് ദി മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഈസ് ഓഫൻ മിസ്അണ്ടർസ്റ്റുഡ് ബൈ ജനറൽ പബ്ലിക്. മിസ്അണ്ടർസ്റ്റുഡ് ആവുകയാണ്, ആൾക്കാരതിനെ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നില്ല. സോ ആൾക്കാരുടെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ ഡോക്ടർ മാഡിസൺ. അത് ജനറൽ പബ്ലിക്കാണ്, മേ ബി പേഷ്യൻസ്. അപ്പോൾ പബ്ലിക് ഇത് മനസ്സിലാക്കുന്നില്ല, പബ്ലിക് അവയർനെസ് കുറവാണ് അബൌട്ട് ദി മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ. അപ്പോൾ അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിൽ പബ്ലിക് അവയർനെസ് കുറവാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നുണ്ടോ, അത് ഇപ്പോഴത്തെ ഒരു റിഗ്രറ്റ് ആയിട്ടാണോ പറയുന്നതെന്ന് നോക്കണം. അടുത്തത് റിസീവ്സ് ഇന്നാഡിക്വേറ്റ് അറ്റൻഷൻ ഇൻ മെഡിക്കൽ ട്രെയിനിങ്. ഇന്നാഡിക്വേറ്റ് അറ്റൻഷൻ ഇൻ മെഡിക്കൽ ട്രെയിനിങ്. മെഡിക്കൽ ട്രെയിനിങ് ഇസ് ഫോർ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലേ. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽസിന് ആഡക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഇതിനെ പറ്റിയിട്ട് അവരുടെ ട്രെയിനിങ്ങിൽ ഇന്നാഡിക്വേറ്റ് അറ്റൻഷനാണ് കൊടുക്കുന്നത് അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്. സോ അക്യൂട്ട് പെയിൻ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് മെഡിക്കൽ പ്രൊഫഷണൽസിന് അറിയത്തില്ല. അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസിന് അറിയത്തില്ല. ഓക്കെ അല്ലേ. എങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലിന് ഇന്നാഡിക്വേറ്റ് അറ്റൻഷനാണ്, ദേ ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള അറ്റൻഷനോ ട്രെയിനിങ്ങോ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. സോ ദാറ്റ്സ് അബൌട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ്. ആൻഡ് സി എന്ന് പറയുന്നത് ഫെയിൽസ് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയിൽ ആവുകയാണ്. ഡിഫറെൻറ്റ് പോസിബിൾ ട്രിഗേഴ്സ്. സോ പെയിൻ്റെ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്തൊക്കെയാണ് പോസിബിൾ ട്രിഗേഴ്സ് ഓഫ് പെയിൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് പോസിബിൾ ട്രിഗേഴ്സ്. വാട്ട് ലെറ്റ് പെയിൻ അല്ലെ, വാട്ട്സ് ലെറ്റ് ടു ദി പെയിൻ. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഓഫ് പെയിൻ. പെയിൻ്റെ റീസൺ എന്താ, ട്രിഗർ എന്താ, എന്ത് ട്രിഗറായിട്ടാണ് പെയിൻ വരുന്നതെന്നുള്ളത്, എന്ത് സിംറ്റം അല്ലെങ്കിൽ എന്ത് ഡിഫിക്കൽട്ടി ഓർ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഇൽനെസ് ട്രിഗറായിട്ടാണ് പെയിൻ വരുന്നതെന്നുള്ളത് അണ്ടർസ്റ്റുഡ് അല്ല എന്നാണ്, അല്ലെങ്കിൽ വരുന്നതെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം നമുക്ക് ഡൂയിങ് പാർട്ടിലേക്ക് കിടക്കാം. പീപ്പിൾ ജനറലി think of pain as a direct symptom of a problem in the affected area. സോ ആൾക്കാർ എപ്പോഴും പെയിനെ എഫക്റ്റഡ് ഏരിയയുടെ ഒരു ഡയറക്റ്റ് സിംറ്റം ആയിട്ടേ കാണുന്നുള്ളൂ. അതായത് പെയിൻ നമ്മുടെ കൈക്കാണ് വരുന്നതെങ്കിൽ ഓക്കെ, കൈക്ക് എന്തോ പ്രശ്നമാണ്, കൈ വെച്ചിട്ട് എന്തോ ഡിഫിക്കൽട്ടി ഉണ്ട്, അപ്പോൾ കൈയുടെ പ്രശ്നമാണ്, അതൊരു റേഡിയേറ്റിംഗ് പെയിൻ ആണെന്നോ, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് വരുന്നതാണ്, വേറെ ഏതെങ്കിലും ഓർഗൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിൽ നിന്നും പെയിൻ റേഡിയേറ്റിംഗ് ആണെന്ന് നമുക്ക് അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. കൈക്ക് പെയിൻ വന്നാൽ കൈൻ്റെ എന്തോ പ്രശ്നമാണ്, കൈയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സിംറ്റം ആയിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ബട്ട് പെയിൻ ഈസ് എൻ എക്സ്ട്രീംലി കോംപ്ലക്സ് സബ്ജക്റ്റ്. പെയിൻ അങ്ങനെയല്ല, കോംപ്ലക്സ് ആണ്, കോംപ്രിഹെൻസീവ് ആണ്. ഒറ്റയെടുത്ത് ഒരു സ്പോട്ടിലെ പെയിൻ ആ ഒരു സ്പോട്ടിൻ്റെ ഡിഫിക്കൽട്ടി കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൻ്റെ ഇൽനെസ് കൊണ്ടാവണമെന്നില്ല. And it's one that used to be underrepresented in medical education. So medical education എന്നുള്ളത് വേർഡ് കാണുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോവും? മെഡിക്കൽ എഡ്യൂക്കേഷൻ കാണുമ്പോൾ യു വിൽ ബി ഗോയിങ് ടു മെഡിക്കൽ ട്രെയിനിങ്.
അല്ലേ? ആൻഡ് അണ്ടർ റെപ്രസെൻറ്റഡ് എന്ന് പറയുന്നു. റെപ്രസെൻറ്റേഷൻ വലുതായിട്ട് കിട്ടിയില്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്നാഡിക്വേറ്റ് അറ്റൻഷനിലേക്ക് പോവും. സോ നോക്കൂ, അപ്പോൾ അവിടെ പറയുന്ന പോലെ തന്നെയല്ലേ, ഓപ്ഷനിൽ പറയുന്ന പോലെ തന്നെയല്ലേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയും പറയുന്നത്. ഓപ്ഷനിൽ പറയുന്നു ഇൻഅഡിക്വേറ്റ് അറ്റൻഷൻ ഇൻ മെഡിക്കൽ ട്രെയിനിങ്, ഇവിടെ പറയുന്നു അണ്ടർ റെപ്രസെൻറ്റഡ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഈ ഒരു കാര്യം, അതായത് അക്യൂട്ട് പെയിനെ പറ്റിയിട്ട് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആണോ? കറക്റ്റ് അല്ലേ? ഓക്കെ. പക്ഷേ ഇത് ആൻസറായിട്ട് ചൂസ് ചെയ്തവരുണ്ട്, പക്ഷേ ദിസ് ഈസ് നോട്ട് ദി ആൻസർ. ബിക്കോസ് ഇതിപ്പോൾ റിഗ്രറ്റായിട്ട് പറയുന്നുണ്ടോ നിലവിൽ? ബാക്കിയും കൂടി നമുക്ക് വായിച്ച് നോക്കാം. താങ്ക്ഫുള്ളിക്ക് ശേഷം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരു ഒരു പോസിറ്റീവ് കാര്യമാണ്. താങ്ക്ഫുള്ളിക്ക് ശേഷം നല്ലൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. താങ്ക്ഫുള്ളി ദാറ്റ്സ് നോ ലോങ്ങർ ദ കേസ് ആൻഡ് ദി ഡോക്ടേഴ്സ് നൗ റിയലൈസ് ദാറ്റ് വെൻ എ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ്, അപ്പോൾ താങ്ക്ഫുള്ളി ദാറ്റ്സ് നോ ലോങ്ങർ ദ കേസ്. ഇതിപ്പോൾ നിലവിലൊരു കേസ് അല്ല, നിലവിലൊരു കൺസേൺ അല്ല. സോ അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റ് നിലവിലൊരു കൺസേണേ അല്ല. നോക്കുക, അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റ് നിലവിലൊരു കൺസേൺ ആയിട്ട് അവർ പറയുന്നില്ല, അല്ലേ? ഇപ്പം നിലവിൽ ഇതൊരു കൺസേൺ അല്ല, ഐ മീൻ അക്യൂട്ട് പെയിൻ്റെ അല്ല. ഇൻഅഡിക്വേറ്റ് അറ്റൻഷൻ ഇൻ മെഡിക്കൽ ട്രെയിനിങ് ഇപ്പോൾ ഒരു കൺസേൺ അല്ല. നേരത്തെ ആയിരുന്നു. അവിടെ ടെൻസ് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ യൂസ്ഡ് ടു ബി അണ്ടർ റെപ്രസെൻറ്റഡ്. യൂസ്ഡ് ടു ബി എന്ന് വെച്ചാൽ എന്താ? യൂസ്ഡ് ടു നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പണ്ട് റെഗുലറായിട്ട് നടന്ന കാര്യങ്ങൾ പറയാൻ. അപ്പോൾ പണ്ട് ഇത് അണ്ടർ റെപ്രസെൻറ്റഡ് ആയിരുന്നു. നോ ലോങ്ങർ ദി കേസ്. അപ്പോൾ യൂസ്ഡ് ടു ബി എന്നുള്ളത് പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ അതൊരു സൈൻ പോസ്റ്റിംഗ് ആണ്. യൂസ്ഡ് ടു ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ പണ്ട് എങ്ങനെയായിരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അതിനുശേഷം താങ്ക്ഫുള്ളി എന്ന് പറഞ്ഞത് ദാറ്റ്സ് നോ ലോങ്ങർ ദ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു കൺസേൺ അല്ല. അപ്പോൾ നേരത്തെ ഇന്നാഡിക്വേറ്റ് അറ്റൻഷൻ ആയിരുന്നു. സോ നിലവിൽ അതൊരു കൺസേൺ അല്ല. സോ ദാറ്റ് വോണ്ട് ബി ദി ആൻസർ. അത് നമ്മുടെ ആൻസർ ആവില്ല. നമുക്കറിയുന്നത് റിഗ്രറ്റ്സ്, ഇപ്പോഴും നിലവിലുള്ള റിഗ്രറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എലിമിനേറ്റ് ചെയ്തു? ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് നോക്കാം. അപ്പം ഓപ്ഷൻ എയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇവിടെ പറയുന്നത്, ഇവിടെ ഡയറക്റ്റ് സിംറ്റംസ് ഓഫ് പ്രോബ്ലം ഇൻ ദി അഫക്റ്റഡ് ഏരിയ ആൾക്കാർ മനസ്സിലാക്കുന്നു ഡയറക്റ്റ് സിംറ്റമായിട്ട്. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ അത് അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല. മിസ്അണ്ടർസ്റ്റുഡ് അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റ് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ആൾക്കാർ അക്യൂട്ട് പെയിനെ ഇങ്ങനെ ഡയറക്റ്റ് സിംറ്റമായിട്ട് കാണുമെന്നാണ് പറയുന്നത്, മാനേജ്മെൻറ്റിനെ അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡോക്ടേഴ്സ് നൗ റിയലൈസ് ദാറ്റ് വെൻ എ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ് അക്യൂട്ട് ബാക്ക് പെയിൻ. ഡോക്ടേഴ്സ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പേഷ്യൻസ് അക്യൂട്ട് ബാക്ക് പെയിനുമായിട്ട് വരുമ്പോൾ ദാറ്റ് പ്രസൻറ്റ് ഇൻ പീപ്പിൾ മേ നോട്ട് ബി ഡ്യൂ ടു എ ക്ലിയർ ആൻഡ് ട്രീറ്റബിൾ ഡിസീസ്. ഇതൊരു ക്ലിയർ ആൻഡ് ട്രീറ്റബിൾ ഡിസീസ് പ്രകാരം അല്ലെങ്കിൽ ഡിസീസിൻ്റെ റീസൺ ആയിട്ട് വരില്ല. ബട്ട് ദാറ്റ് സച്ച് പെയിൻ ഓഫൻ പ്രസൻസ് ഇൻ പീപ്പിൾ വിത്ത് അതർ മെഡിക്കൽ പ്രോബ്ലംസ് ആൻഡ് ദീസ് നീഡ് ഇൻവെസ്റ്റിഗേഷൻ. സോ ഇങ്ങനെയുള്ള പെയിൻ ബാക്കി മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനും വരാറുണ്ട്. ആൻഡ് ദിസ് നീഡ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് നടത്തി കണ്ടെത്തണം എന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ളത്. ഓൾദോ ദർ ആർ ഡിസ്റ്റിങ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ പെയിൻ, കുറേ കൈൻഡ് ഓഫ് ഫിസിക്കൽ പെയിൻ ഉണ്ട്. റേഡിയേറ്റിംഗ് പെയിൻ, എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, പൗണ്ടിങ് പെയിൻ, ഏക്കിംഗ് പെയിൻ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫിസിക്കൽ പെയിൻ ഉണ്ട്. ആൻഡ് ടു ഓഫൻ ഐ സി സഫറേഴ്സ് ലം ടുഗെദർ. അപ്പോൾ ഇതെല്ലാം കൂടി സഫറേഴ്സ് ലം ടുഗെദർ മീൻസ് ഗ്രൂപ്പ് ചെയ്യുക, ഗ്രൂപ്പ്ഡ് ടുഗെദർ. ഇതെല്ലാം കൂടി സഫറേഴ്സ്, പെയിൻ സഫർ ചെയ്യുന്നവർ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഒറ്റ ഇതായിട്ട് ഇങ്ങ് ഗ്രൂപ്പ് ചെയ്യും. ഏത് പെയിൻ വന്നാലും ഒരു രീതിയിൽ അങ്ങ് ഗ്രൂപ്പ് ചെയ്യും ഇൻ വൺ കാറ്റഗറി. ഓക്കെ, ഇതാണ് പെയിൻ, ഇങ്ങനെയുള്ള പെയിനാണ് എനിക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. വിച്ച് മീൻസ് ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലിക്ക് ശേഷം വരാൻ പോകുന്നത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി, അപ്പോൾ അതൊരു സൈൻ പോസ്റ്റിംഗ് ആണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലിക്ക് ശേഷം നെഗറ്റീവ് കാര്യം പറയാൻ പോകുന്നതെന്നുള്ളത് നമ്മുടെ ഒരു സൈൻ പോസ്റ്റിംഗ് ആണ്. ആ ഒരു ഇത് വെച്ചിട്ട് അവിടെ ഒരു സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുക, അടുത്ത വരാൻ പോകുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണെന്ന് നിങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. നോട്ട് ഓൾ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഗോയിങ് ടു വർക്ക് ഈക്വലി വെൽ. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഈക്വലി വെല്ലായിട്ട് വർക്ക് ആവാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അതായത് വി ഫസ്റ്റ് നീഡ് ടു നോ, നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. വി ഫസ്റ്റ് നീഡ് ടു നോ ഈസ് ദ പെയിൻ കോസ്ഡ് ബൈ ഇൻഫ്ലമേഷൻ ആപ്സ് ഒപ്പോസ്ഡ് ടു നെർവ് ഡാമേജ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യമേ പെയിൻ്റെ റീസൺ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. If the pain we need to know is the pain caused by inflammation as opposed to nerve damage.
ഓക്കെ, നെർവ് ഡാമേജ് കാരണമുള്ള ഇൻഫ്ലമേഷൻ കാരണമാണോ പെയിൻ വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എസ്റ്റാബ്ലിഷിങ് ദിസ്, ഇങ്ങനെ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്താൽ, അതായത് ദിസ് എന്നുള്ളത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം, ഇങ്ങനെയുള്ളൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മേക്സ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഫാർ ലെസ് ലൈക്ലി. ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇനിഷ്യൽ മിസ് ട്രീറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ലെസ് ലൈക്ലി, വളരെ കുറവായിരിക്കും. കറക്റ്റായിട്ട് നിങ്ങൾ ഈ പെയിൻ്റെ ട്രിഗർ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുവാണെങ്കിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയാണ് പറയുന്നത്, പാർട്ട് ഓപ്ഷൻ സിയിലാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി വുഡ് ബി ദി ആൻസർ. ആൻഡ് ഓപ്ഷൻ എ അവിടെ തന്നിട്ടില്ല. ഓപ്ഷൻ ബി ആണ് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. നോട്ട് മെൻഷൻഡ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ. സോ ദിസ് ക്യാൻ ഓൾസോ ബി എ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. ഇത് വേണമെങ്കിൽ ഒരു ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ ആയിട്ടും എടുക്കാം. കാരണം ആൾക്കാർ തിങ്ക് ഓഫ് പെയിൻ ആസ് എ സിംറ്റംസ് ഓഫ് ബട്ട് എക്സ്ട്രീംലി കോംപ്ലെക്സ് സബ്ജക്റ്റ്, ഇവരെല്ലാവരും ഡിറക്റ്റ് സിംറ്റമായിട്ടാണ് അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത്. പക്ഷെ അവിടെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനായിട്ടും എടുക്കാം. ഓക്കെ, ബിക്കോസ് നമ്മുടെ മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിനുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനായിട്ടും നമുക്കതിനെ കൂടുതൽ കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അത്രയാണ്. പാർട്ട് സി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജീസ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, സോ നിങ്ങൾ ആലോചിക്കുക, ഈ സ്ട്രാറ്റജീസൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് മാത്രം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ ചെയ്യാനുള്ള ഒരുപാട് സമയം ഉണ്ടായിട്ടോ കാര്യമില്ല. നമുക്ക് ഫെമിലിയറിറ്റി വേണം. നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ആസ് ദി കൺക്ലൂഷനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടിപ്സായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, യൂസ് റീഡിങ് ടൈം ടു അണ്ടർലൈൻ കീവേഡ്സ്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സൊക്കെ നോട്ട് ചെയ്തേക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ കീവേഡ്സ് ഫ്രം ദി ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് ആസ് വെൽ. ക്വസ്റ്റ്യനിൽ നിന്നും ഓപ്ഷൻസിൽ നിന്നും കീവേഡ്സ് മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലേ അണ്ടർലൈൻ ചെയ്ത് വെച്ചാലേ, ഹൈലൈറ്റ് ചെയ്ത് വെച്ചാലേ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ കണ്ണ് പോത്തുള്ളൂ. മനസ്സിലായത്, നിങ്ങളുടെ മനസ്സിലെ ഓർമ്മയിൽ ഇങ്ങനെ വരത്തുള്ളൂ. സോ ഓപ്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യനിൽ നിന്നുള്ള ടോപ്പിക് വേർഡ് നിങ്ങൾ സർക്കിൾ ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യണം. ആൻഡ് ഓപ്ഷൻസിൽ നിന്നുള്ള കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പോകണം, നമ്മളിപ്പോൾ ചെയ്തതുപോലെ. അപ്പോൾ അത് മനസ്സിലായല്ലോ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് പാരഫ്രേസിങ്. സോ എല്ലാ കാര്യങ്ങളും പാരഫ്രൈസ് ചെയ്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ, 2 എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പാരഫ്രൈസിങ് എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കുറേ പാരഫ്രൈസിങ് ടെക്നിക്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വേർഡിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫ്രേസസോ വേർഡ്സ് യൂസ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഫ്രേസസ് യൂസ് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ മൊത്തത്തിൽ പാരാഫ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. ഈ ടെക്നിക്സ് എല്ലാം പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഈ റീഡിങ് എന്നുള്ളൊരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ഇപ്പം നിങ്ങളോട് ഡെയിലി പറയാറുണ്ട്, OET ആസ്പിറൻസ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളോട് ഇനിഷ്യലി തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് റീഡിങ് സ്കിൽസ് വരുത്തണം, റീഡിങ് ഹാബിറ്റ്സ് വരുത്തണം എന്നുള്ളത്. പക്ഷേ എല്ലാവരും ലെസ് അറ്റൻഷൻ കൊടുക്കുന്ന, മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ലെസ് അറ്റൻഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് റീഡിങ് ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളത്. പക്ഷേ റീഡിങ് ഹാബിറ്റ് ആക്കാൻ വേണ്ടി, പാരഫ്രൈസിങ് പഠിക്കാൻ വേണ്ടി, ആൻഡ് അടുത്ത ഡേറ്റയും അത് തന്നെയാണ്, സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് സൈൻ പോസ്റ്റിംഗ് ടു ഫോളോ ദ സ്പീക്കറെ ഫോളോ ചെയ്യാനായിട്ട് സൈൻ പോസ്റ്റിംഗ് നോക്കിയിരുന്നാൽ മതി. ഇപ്പം നമ്മൾ 2-3 എക്സാമ്പിൾസ് കണ്ടില്ലേ, സൈൻ പോസ്റ്റിംഗ് വെച്ചിട്ട് എന്താണ് അടുത്തത് എന്നുള്ളത് ഗസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. സോ യു ക്യാൻ റീഡ് ദി ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദീസ് മെറ്റീരിയൽസ്. ഈ മെറ്റീരിയൽസിൻ്റെ, അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് വായിച്ചാലും നിങ്ങൾക്ക് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജും പാരഫ്രൈസിങ്ങും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ OET റീഡിങ്ങിൻ്റെ മെറ്റീരിയൽസിലെ പാരഫ്രൈസിങ്ങും സൈൻ പോസ്റ്റിങ്ങും ഒക്കെ, സൈൻ പോസ്റ്റിംഗ് എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട്. സൈൻ പോസ്റ്റിംഗ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റിലും നമ്മൾ സൈൻ പോസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. സോ അപ്പം സൈൻ പോസ്റ്റിംഗ്, പാരഫ്രൈസിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റീഡിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ റീഡിങ് ഇപ്പോൾ തൊട്ടേ റീഡ് ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഓക്കെ, സോ ദാറ്റ്സ് എ ഗ്യാരണ്ടി ഫ്രം Tiju's Academy. And aware and beware about distractive option. അവെയർ ആയിരിക്കണം ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷനെ പറ്റിയിട്ട് വൈൽ റീഡിങ്.
റീഡിങ് ടൈമിൽ ഓരോ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസ് വരാം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എന്നുള്ള കീവേഡിൽ നിന്നും ഫോക്കസ് വിടാൻ പാടില്ല. എന്ത് കേട്ടാലും അത് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കേൾക്കണം. അങ്ങനെയുള്ളൊരു ഡിസിഷൻ റീഡിങ് ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ ലിസണിങ് ടൈമിൽ ബിവെയർ ആയിട്ടിരിക്കണം. ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ വരാം. ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ നോക്കേണ്ടത് അതിന് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നാണ്. എന്നാലേ എനിക്കത് ചൂസ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആൻഡ് യൂസ് വിഷ്വലൈസേഷൻ മെത്തേഡ് ഓഫ് ഫോക്കസ്ഡ് ലിസണിങ്. സോ കുറച്ചുകൂടി ഇപ്പോൾ പാർട്ട് സിയിൽ എല്ലാവരും പറയുന്ന കാര്യം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവരുടെ ഇൻറ്റോണേഷനും വേരിയേഷൻസും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വുഡ് ബി ബെനഫിഷ്യൽ. ആൻഡ് അനദർ വൺ ഇസ് വിഷ്വലൈസേഷൻ മെത്തേഡ്. വിഷ്വലൈസേഷൻ മെത്തേഡ് ഇസ് സംതിങ് യു ക്യാൻ വിഷ്വലൈസ് ഈച്ച് ഓപ്ഷൻ. നമുക്ക് അതിപ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം വിഷ്വലൈസേഷൻ എന്താണെന്നുള്ളത്. നോക്കൂ, ഇവിടെ ഇതിൽ നമുക്ക് വിഷ്വലൈസേഷൻ അപ്ലൈ ചെയ്യാം. വിഷ്വലൈസേഷൻ മെത്തേഡിലേക്ക് വരുമ്പം ആൻ അൺവില്ലിങ്നെസ് ടു അക്സെപ്റ്റ് റിവേഴ്സൽ. പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇല്ലാണെന്നുള്ളത്. അങ്ങനെ ഒരു ഡേറ്റ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊരു ഇമേജാണ് വരുന്നതെന്നുള്ളത് നോക്കുക. പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ വാർഡിലായിരിക്കുമ്പം പേഷ്യൻ്റ് അസുഖം ഇല്ലയെന്ന് പറയുന്നു. ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സിനാരിയോ, ആ ഒരു സീൻ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ചേക്കാം മനസ്സിൽ. പേഷ്യൻ്റ് റിജക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നു, പേഷ്യൻ്റ് പെട്ടെന്ന് ഇമോഷണൽ ആവുന്നു, ഇങ്ങനെയുള്ളൊരു സീൻ മനസ്സിൽ ഓർമ്മ വരുത്തുക. അടുത്തത് ഇന്നബിലിറ്റി ടു ടോളറേറ്റ് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ഇൻടോളറൻസ് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ്. പേഷ്യൻ്റ് മെഡിസിൻ ഇൻടോളറൻസ് വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഇമേജ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഡിലേ ബിറ്റ്വീൻ ഇനിഷ്യൽ ഇൻഫെക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, അല്ലെങ്കിൽ ഡിലേ ലേറ്റായി എന്നുള്ളതിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഇമേജ് വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ ഓപ്ഷൻ സിക്ക് അത്രയും ഇമേജ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് പോലുള്ളൊരു ഡേറ്റ ഇല്ല, പക്ഷേ എയ്ക്കും ബിക്കും നിങ്ങൾക്ക് ഇമേജ് വിഷ്വലൈസ് ചെയ്ത് വെക്കാം അല്ലേ. സോ ഇങ്ങനെയുള്ളൊരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആ ഓപ്ഷനെ പറ്റിയിട്ടുള്ളൊരു ഇമേജ് ഉണ്ട്. പേഷ്യൻ്റ് ഇറിറ്റേറ്റഡ് ആവുന്നു, അല്ലെ അജിറ്റേറ്റഡ് ആവുന്നു, ഡിസ്ട്രസ്ഡ് ആവുന്ന പോലെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഡയഗ്നോസിസിനെ പറ്റിയിട്ട് അറിഞ്ഞതിന് ശേഷം റെഫ്യൂസ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ദേഷ്യപ്പെടുന്ന പോലെയുള്ള ഇമേജ്. പിന്നെ മെഡിസിൻ ഇൻടോളറൻസിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഫോക്കസ് കൊടുക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ, റീഡിങ്ങിനെക്കാട്ടിലും ഹിയറിങ്ങിനെക്കാട്ടിലും വിഷ്വലൈസേഷനാണ് പെർസിസ്റ്റൻസി കൂടുതൽ. കുറച്ചുകൂടി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ പെർസിസ്റ്റൻസി കൂടുതലിരിക്കുന്നത് വിഷ്വലൈസേഷനിലാണ്. നമ്മൾ ഒരു ഇമേജ് കാണുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, വരയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. വരയ്ക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരച്ച് വെക്കാമെന്ന് പറയായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനോ സമയമോ നമുക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലൊരു പിക്ചർ ആലോചിച്ച് വെക്കാം. സോ ദാറ്റ് ഈസ് വിഷ്വലൈസേഷൻ മെത്തേഡ്. സോ അത് ഫോക്കസ് കൂടാനൊക്കെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് വൺ, റീഡിങ് വൈൽ ലിസണിങ്. സോ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ പല കുട്ടികളും ചെയ്യണ ഒരു കാര്യം, അവർ കണ്ണടച്ചിരുന്ന് ലിസൺ ചെയ്യും. പാർട്ട് സി വരുമ്പോൾ കണ്ണടച്ചിരുന്ന് ലിസൺ ചെയ്യുക, വേറെ എവിടെയെങ്കിലും നോക്കിയിട്ടിരുന്നിട്ട് ലിസൺ ചെയ്യുക, ആ പോർഷൻ കഴിയുമ്പോൾ വന്നിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അതല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ റീഡിങ് വൈൽ ലിസണിങ് ആണ്. നിങ്ങളുടെ കണ്ണിങ്ങനെ 3 ഓപ്ഷൻസിൽ നിന്നും പോകാൻ പാടില്ല. നിങ്ങളുടെ കണ്ണിങ്ങനെ ഓരോ ഓപ്ഷൻസിലോട്ടും ഇങ്ങനെ പോകണം. കീവേഡ് കേൾക്കുമ്പോൾ നേരെ നമ്മൾ ആ ഓപ്ഷനിലുള്ള, അല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ, കീവേഡ് കേൾക്കുമ്പോൾ നേരെ നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ളത്. ജസ്റ്റ് ഇവിടെ തന്നെ കണ്ടില്ലേ, മെഡിക്കൽ ട്രെയിനിങ്, അണ്ടർ റെപ്രസെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് കണ്ടു. അപ്പോൾ മെഡിക്കൽ ട്രെയിനിങ് എന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ നേരെ ഈ ഒരു പോർഷനിലേക്ക് പോയി. മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ട്രെയിനിങ്, കീവേഡ്സ് ആ ഒരു പോർഷനിലേക്ക് പോയി. എന്നിട്ട് അത് വായിക്കണം. അങ്ങനെ തന്നെയാണോ പറയുന്നത്, അതിന് കണക്ഷൻ ഉണ്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യനുമായിട്ട്, അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ആൻഡ് ഓൾസോ വേരിയസ് പോഡ്കാസ്റ്റ്, സ്പീച്ച്, ഇൻ്റർവ്യൂസ്, പ്രസൻറ്റേഷൻസ് ഓൺ മെഡിക്കൽ ടോപ്പിക്സ് ലിസൺ ചെയ്യുക. മെഡിക്കൽ ടോപ്പിക്സിലുള്ള പോഡ്കാസ്റ്റുകളും സ്പീച്ചും ഇൻ്റർവ്യൂസും പ്രസൻറ്റേഷൻസും ഒക്കെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസണിങ് കപ്പാസിറ്റി കൂടും. റിമെമ്പർ, നമ്മളൊരു ഇന്ത്യൻ ഇംഗ്ലീഷിലെ ആക്സൻസിലല്ല, ഇപ്പോൾ ഈ പറയുന്ന രീതിയിലല്ല നിങ്ങൾ അവിടെ കേൾക്കുന്നത്. നമ്മൾ പല അമേരിക്കൻ ആക്സെൻറ്റ്, ബ്രിട്ടീഷ് ആക്സെൻറ്റ്, ഓസ്ട്രേലിയൻ ആക്സെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ആക്സൻസിലെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ, ഫോറിൻ ലാംഗ്വേജിലെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ സ്പീച്ചാണ് ഫോളോ ചെയ്യേണ്ടത്. സോ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ പോഡ്കാസ്റ്റും സ്പീച്ചും ഇൻ്റർവ്യൂസും പ്രസൻറ്റേഷനും ഒക്കെ മാക്സിമം ഡെയിലി കേൾക്കുക. ഡെയിലി നമുക്ക് എക്സ്പോഷർ കിട്ടണം. ഓർ ഈവൻ നിങ്ങൾക്ക് വെബ് സീരീസോ, മെഡിക്കൽ വെബ് സീരീസുകളോ മൂവീസോ ഒക്കെ കാണാം.
ഇതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് എക്സ്പോഷറും ലിസണിങ് കപ്പാസിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, കോൺസെൻട്രേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഗ്രാജുവലി ഇമ്പ്രൂവ് ആയിക്കോളും, ഫോളോ ചെയ്യാൻ പറ്റും, പാരഫ്രൈസിങ് മനസ്സിലാകും, സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് പാർട്ട് സീൻ്റെ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ പാർട്ട് സീൻ്റെ ഡിസ്കഷൻ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ആസ് ഐ സെഡ്, ഈ സെഷന് മുന്നേയുള്ള റീഡിങ് പാർട്ട് സിയും കൂടി അല്ലേ, പാർട്ട് സി എങ്ങനെ വായിക്കാം എന്നുള്ളത്, OET ലിസണിങ് പാർട്ട് സി എങ്ങനെ വായിക്കാം എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈവും കൂടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഒരു ഫെമിലിയർ മെറ്റീരിയൽ എടുത്തിട്ട് സ്വന്തമായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യുക, നല്ലൊരു മെറ്റീരിയൽ എടുത്തിട്ട്. എന്നിട്ട് ബാക്കി മെറ്റീരിയൽസിൽ ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് പഠിക്കുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു വെരി മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്കിനി നെക്സ്റ്റ് സെഷനിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ഇൻ ദി കമൻറ്റ് സെക്ഷൻ. എനിക്ക് എല്ലാ കമൻസും റിസീവ് ആയിട്ടില്ല, ദാറ്റ്സ് വൈ ഐ കുഡൻ റീഡ് ഓൾ ദി കമൻറ്റ്സ്. ഓക്കെ, സോ ഇതിന് ശേഷം ഞാൻ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻസ് വായിക്കുന്നതായിരിക്കും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡ്രോപ്പ് ദാറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. സോ നമുക്കത് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഓരോ സെഷനിലും വരുന്ന ക്വയറീസും ഡൗട്ട്സും വെച്ചിട്ടാണ് നെക്സ്റ്റ് സെഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അടുത്ത സെഷൻ എന്ത് വേണം എന്നുള്ളത് യു ക്യാൻ സജസ്റ്റ്. നമുക്ക് ആ ഒരു സജഷൻ, ആരുടെ സജഷനാണോ ആ ലക്കി പേഴ്സൻ്റെ സജഷൻ വെച്ചിട്ട് അടുത്ത സെഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാം. സോ അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. Have a good day.